വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളൊരു നല്ല മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെഴുക്കുവരട്ടി. അതിന് 2 പൊട്ടറ്റോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സവോള, ചെറിയ ഉള്ളിയാണെങ്കിൽ കുറെ കൂടി ടേസ്റ്റ് കിട്ടും. ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഒരു സവോള, ഒരു 3 വെളുത്തുള്ളി അല്ലി, ഇത് വലിയ വെളുത്തുള്ളി കേട്ടോ, അതുകൊണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാവേ. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാവേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാണ്. ഇതിങ്ങനെ ചെറിയൊരു പീസായിട്ട് ഇങ്ങനെ കനം കുറച്ചങ്ങ് അരിയണം. ഒരുപാട് കനവും ആകരുത്, എന്നാൽ തീരെ അങ്ങ് കനം കുറയാനും പാടില്ലേ. ഇത് കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കണേ. ഇത് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയുള്ള മെഴുക്ക് വരട്ടികളൊക്കെ ചട്ടി വെച്ച് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ നോൺ സ്റ്റിക്ക് ഒക്കെ ആയത്. അപ്പം നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോൾ ഒട്ടും അടിയിൽ പിടിക്കത്തില്ല. പക്ഷേ ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ വേറൊരു ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടർത്തിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ ഈ സവോള എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഉള്ളിയാണേലും എന്താ ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിക്കണം. മുറിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ട്, അപ്പോൾ പിന്നെ അരിയാൻ എളുപ്പവും ഉണ്ട്, കൈ മുറിയത്തില്ല. ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു 3-3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പം ഇതുപോലത്തെ ചിരട്ടത്തവി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കണേ. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു എണ്ണയിലോട്ട് അങ്ങോട്ട് ആകണേ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് ആ കടുക് പൊട്ടി വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എടുത്തു വെച്ച ആ ഒരു വെളുത്തുള്ളി ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ശരിക്കും ഇറങ്ങും. അതിനായിട്ടാണ് ഇത് ചതച്ച് വെക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഒരു മിനിറ്റ് ഒന്ന് സിമ്മിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇപ്പം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഴുക്ക് വരട്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റായി. ഇനി നമുക്ക് ഈ സവോള ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ ഉള്ളി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാവേ. എന്നിട്ട് ഈ സവോള സ്വല്പം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ നേരം നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ പ്രത്യേക സുഖമല്ലേ. പ്രത്യേകിച്ച് ഈ നോയമ്പൊക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ നമുക്കിത് ഭയങ്കര കാര്യമായിരിക്കും അല്ലേ. മെഴുക്ക് വരട്ടി ആണെങ്കിലും പലതും വെക്കാം നമുക്ക്. ചിലർക്ക് കൂർക്ക മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ കൂർക്ക മെഴുക്ക് വരട്ടി ഭയങ്കര, പയറ് മെഴുക്ക് വരട്ടി, ബീട്രൂട്ട്, പല ടൈപ്പ് മെഴുക്ക് വരട്ടികളുണ്ടല്ലോ. കുറച്ച് മെഴുക്ക് വരട്ടികളുടെയൊക്കെ റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് അത് കണ്ട് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളൊരു സാധനം ചെയ്തൊക്കെ ഇടുമ്പം അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് കമൻ്റൊക്കെ ഇടണമെന്ന് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൂടരുതേ. ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാമല്ലോ. ഇനി നമുക്ക് എരിവിനനുസരിച്ചാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. എരിവ് എന്തേലും നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞളും ഈ ചില്ലി ഫ്ലേക്സിൻ്റെയും കൂടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണേ. അതിനൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ഇത് സിമ്മിലിട്ടാക്കിയിട്ടുണ്ടേ. ഈ ചട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയെ. അപ്പം നമ്മൾ സിമ്മിലേക്ക് ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ആ പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇതാകുമ്പോൾ ചിരട്ടതവിയല്ലേ, ചട്ടി വേണം. ഇതിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ചേരുവകളെല്ലാം ആയി. ഇനി നമുക്ക് പൊട്ടറ്റോയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. സിമ്മിൽ ഇട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്യാവുള്ളൂ. കാരണം ഇത് ചട്ടിയുമാണ്. പിന്നെ നല്ലപോലെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാവേ. അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ മെഴുക്ക് വരട്ടി ഇവിടെ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അടിയിൽ പിടിക്കും ഈ പൊട്ടറ്റോ ആയത് കാരണമേ. അപ്പം നമ്മൾ ആ ഒഴിച്ച എണ്ണയിൽ കിടന്ന ഇത് കുക്കാകുന്നത് കേട്ടോ. ഒരുപാട് ഒഴിച്ചിട്ടില്ല. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മെഴുക്ക് വരട്ടിക്കൊക്കെ ആകുമ്പോൾ ഒരു സ്വല്പം എണ്ണ വേണം. ആ എണ്ണയിൽ കിടന്നല്ലേ ഇത് മുരിഞ്ഞു വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പം ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്പൂണോ തവിയോ എന്താ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ.
അപ്പോൾ അത് ഈസി ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ വെന്തിട്ടുണ്ട്. ഒരു സ്വല്പം കട്ടിയുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വേവാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിപ്പം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഏതാണ്ട് വെന്തു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ്, എന്നിട്ട് ഇതാകും. നമ്മുടെ ഈ മെഴുക്കുവരട്ടി ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ആയേ. ഇപ്പോൾ തുറന്ന് നോക്കാം. ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴും ഉണ്ടല്ലോ ഇതിൻ്റെ അടി ഇങ്ങനെ സ്വല്പം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പം നമ്മളിങ്ങനെ ഇളക്കി ഇട്ടാൽ മതി കേട്ടോ. നല്ലപോലെ ഈ അടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താണ്ടല്ലോ, അത് ആ ഉള്ളിയൊക്കെയാണ്. അപ്പം ആ ഒരു മൊരിഞ്ഞ ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ മെഴുക്കുവരട്ടിക്കകത്ത് നന്നായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ആ മൊരിഞ്ഞത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഈ പൊട്ടറ്റോയ്ക്കകത്തോട്ട് മിക്സ് ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇത് കരിയുന്നതല്ല കേട്ടോ, ഇത് ശരിക്കും മുരിഞ്ഞ് അതേലങ്ങ് ചേർന്ന് വരുന്നതാ. കരിയാന്ന് പറഞ്ഞാൽ കറുത്തിരിക്കത്തില്ലേ, അങ്ങനെയല്ല. ഇത് നല്ല പോലെ, കാരണം ഞാനിത് സിമ്മിലിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ തൊടുന്നുണ്ടെ അത് മുറിഞ്ഞു വരുന്നുണ്ടോ. നന്നായിട്ട് വെന്ത് നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം ഈ കറിവേപ്പില ഇടുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മണം എല്ലാം കൂടി ഇങ്ങോട്ട് വരുവേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാവേ. നമുക്ക് ആ മെഴുക്കുവരട്ടിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മാങ്ങ. ഞാനിവിടെ കുറച്ച് അധികം അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല, അപ്പോൾ പിന്നെ ഞാനൊരു പകുതി മാങ്ങയെ എടുത്തിട്ടുള്ളേ. പിന്നെ പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലർക്ക് പുളി ഇച്ചിരി കൂടുതൽ വേണം, അപ്പോൾ കുറച്ചുകൂടി മാങ്ങ എടുക്കാം. ഇതിപ്പോൾ നോർമൽ പുളിയാണ് കേട്ടോ. ചെറിയൊരു പീസ് ഇഞ്ചി, 2 എരിവുള്ള പച്ചമുളകാണ് 2 എണ്ണം, പിന്നെ ചുവന്നുള്ളി, സ്വല്പം കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ. ആദ്യം നമുക്ക് ഈ മാങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് അരിഞ്ഞു കിട്ടാൻ എളുപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. ഇഞ്ചി ഉണ്ടല്ലോ, ഞാൻ അതും ഒരു സ്വല്പം ചെറുതായിട്ട് അതിടും. കാരണം ഇത് അരയാതെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് മുളക് പിന്നെ അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കിടന്നൊന്ന് ക്രഷാക്കി നമുക്ക് എടുക്കാം. അത് അരിയണമെന്നില്ല. സ്വല്പം കറിവേപ്പില, പിന്നെ ഉള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കും. എന്നിട്ടേ ഞാൻ തേങ്ങ എടുത്തോളേ. കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്ത് കണ്ടോ. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സൈഡ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. സ്വല്പം ഉപ്പും കൂടെ ഞാൻ ഇടുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ. ഇപ്പം ഞാനിവിടെ ഒരു 2 പിടി തേങ്ങയാണ് ഇടുന്നത്, അത്രയും മാങ്ങയ്ക്ക്. അപ്പം അത് കറക്റ്റ് പുളിയായിരിക്കും. നമ്മളിതുപോലെ അടച്ചു വെച്ചത് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇടയ്ക്ക് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് കൃഷി ചെയ്ത് അങ്ങനെ എടുക്കുന്നതേ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നല്ല മാങ്ങ ചമ്മന്തിയും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ ഉണ്ടല്ലോ നല്ല കോമ്പിനേഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും ഒരു ദിവസം കേട്ടോ. നല്ല ഒരു കോമ്പിനേഷനാണ് ഈ മാങ്ങ ചമ്മന്തിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും. ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ മീൻപീര ഇല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ആണേലും പൊക്കോളും കേട്ടോ. അതിൻ്റെ കൂടെ നല്ല പച്ചമോരും അടിപൊളി കേട്ടോ. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഈ മാങ്ങ ചമ്മന്തിയും പച്ചമോരും ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. ഈ ഒരു മെഴുക്കുവരട്ടിയും ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഓംലെറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഉണക്കമീനാണേലും ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കുക കേട്ടോ. അടിപൊളി നല്ലൊരു കോംബോ ആണത്. അപ്പം നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്